ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ചാപ്റ്ററിലെ തന്നെ അടുത്തൊരു ചോദ്യമാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ആ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഓൾമോസ്റ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും തന്നെ ഒന്ന് എഴുതി പഠിച്ചാൽ മതിയാകും. പിന്നെ തുടർന്നുള്ള വീഡിയോസിൽ ബാക്കിയുള്ള മിസ്ലേനിയസ് എക്സസൈസ് അതും ഇതൊക്കെ ബാക്കി വീഡിയോസായിട്ടൊക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യും. അടുത്ത ദിവസം നമ്മൾ അടുത്ത ചാപ്റ്റർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ അടുത്ത ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി പരാബോളാസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് രണ്ട് പരാബോളാസിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് അതെന്താണെന്നൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ വൈ ആക്സിസും എക്സ് ആക്സിസും നമുക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോള. അപ്പോൾ എക്സ് സ്ക്വയർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അപ്വേർഡ് ഡയറക്ഷനിലുള്ള പരാബോളയാണെന്ന് നമ്മൾ മുന്നത്തെയുള്ള പ്രോബ്ലങ്ങളിൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോള. നെക്സ്റ്റ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, അത് നമ്മുടെ നോർമൽ പരാബോളയാണ്, സൈഡ് വേഴ്സ് ഉള്ളത്. ഇതാണ് നമ്മുടെ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പരാബോള. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻ്റർസെക്ട് ചെയ്ത റീജിയൻ ഏതാതെ? ഇതാണ്. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന റീജിയൻ. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമുക്കിതിൽ ലിമിറ്റ് പോയിന്റ്സ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റ് പോയിന്റ്സ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് എടുത്തെഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുവാണ്. പിന്നുള്ളത് ഏതാ? വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, ഇത് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? വൈയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഈ എക്സ് സ്ക്വയർ ഇടുവാണേ. അപ്പോൾ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? ഈക്വൽ ടു എക്സ്. ഇതെന്താ? എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 ഈക്വൽ ടു എക്സ്. ഈ എക്സിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? അത് എക്സ് റേസ് ടു 4 മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു എക്സിനെ വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു ഇവിടുന്ന് എക്സ് വെളിയിലേക്ക് വന്നപ്പോൾ മിച്ചം അവിടെ ആരുണ്ട്? എക്സ് ക്യൂബ് മൈനസ് ഇവിടുന്ന് എക്സ് വെളിയിലേക്ക് വന്നപ്പോൾ 1 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്നൊരു എക്സ് കണ്ടുപിടിക്കണ്ട. അപ്പോൾ ഈ 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ് ക്യൂബ് ഈക്വൽ ടു 1 എന്നാകും, മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1 ആകും. അപ്പോൾ 1ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ലിമിറ്റ് പോയിന്റ്സ് ആയല്ലോ, എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു area of the shaded region. Area of the shaded region. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് കർവ്സുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ നമ്മുടെ ലിമിറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട്, 0 to 1 y1 മൈനസ് y2 dx. ഓക്കെ, അപ്പോൾ ഇതിൽ y1 x ആയിട്ടും y2 എക്സ് സ്ക്വയർ ആയിട്ടും നമുക്ക് എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x മൈനസ് എക്സ് സ്ക്വയർ dx. ഈ എക്സും എക്സ് സ്ക്വയർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിനെ y1 ആയിട്ടും ഞാൻ ഇതിനെ y2 ആയിട്ടും എടുക്കുവാണേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ നമ്മൾ y2 എന്ന് പറയുന്നത്, ഞാൻ ഇതല്ലേ പറഞ്ഞത്, y2 ഇതാണ് നമ്മൾ y2 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ y സ്ക്വയർ ആണ് എക്സ് എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ y കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ റൂട്ട് എടുക്കണം. അപ്പോൾ നോക്കിയത് കൊണ്ട് നമുക്ക് മനസ്സിലായ തെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സിന് പകരം എന്താ എഴുതേണ്ടത്? റൂട്ട് എക്സ്. ഓക്കെ, അപ്പോൾ റൂട്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1, ആ റൂട്ട് എക്സിനെ ഞാൻ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതുവാണേ, മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 3/2 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ് റേസ് ടു 3/3. ഇൻ്റഗ്രൽ എടുത്തതിന് ശേഷം നമ്മുടെ ലിമിറ്റ് പോയിന്റ് അതേപടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം, 0 to 1. ഇനി എന്താ ഉള്ളത്? നമ്മളുടെ ലിമിറ്റ് പോയിന്റ്സ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അത് ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പം ആദ്യം അപ്പർ ലിമിറ്റ് നമുക്ക് മാത്രം ഇട്ടാൽ മതി, കാരണം ഈ കേസിൽ നമ്മുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. അതുകൊണ്ട് ലോവർ ലിമിറ്റ് നമ്മൾ ഇട്ട് കൊടുത്താലും ആ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് മാത്രം ഇട്ട് കൊടുത്ത് കണ്ടുപിടിച്ചാൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 1 റേസ് ടു 3/2 മൈനസ് 1 ക്യൂബ് 3 മൈനസ് ലോവർ ലിമിറ്റ് 0 അല്ലേ? അപ്പോൾ അത് മൊത്തത്തിൽ 0 ആയി പോകും. ഓക്കെ, ഇനി എന്താ വരുന്നത്? ഈ 3/2നെ വെളിയിലേക്ക് എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? 2/3 ആവത്തില്ലേ? അപ്പോൾ 2/3 ഇൻറ്റു
1/3/2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ? അപ്പോൾ 2/3 × 1 മൈനസ് ഇവിടെ എന്ത് വരും? 1³ 1 തന്നെയാണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 1/3 ആയിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു 2/3 × 1 എന്ന് പറയുന്നത് 2/3 തന്നെയാണ്. അപ്പോൾ 2/3 മൈനസ് 1/3. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെ മൈനസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 മൈനസ് 1/3 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മളുടെ ആ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. 1/3 സ്ക്വയർ യൂണിറ്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. നമ്മുടെ എക്സാംസിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ എഴുതി പഠിക്കുക. വലിയ പാടില്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യം ഇതാണ്. Find the area of the smaller region bounded by the ellipse x²/9 plus y²/4 equal to 1 and x/3 plus and the line x/3 plus y/2 equal to 1. അതായത് ഒരു എലിപ്സും ഈ തന്നിരിക്കുന്ന ലൈനും കൂടെ ചേരുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആ സ്മോളർ റീജിയൻ്റെ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന സ്മോളർ റീജിയൻ്റെ ഏരിയ ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് x²/9 plus y²/4 equal to 1 എലിപ്സിൻ്റെ ഇക്വേഷനിൽ നിന്ന് വൈക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ x/3 plus y/2 equal to 1 എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്നും വൈക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്ത് മാറ്റാം. അപ്പോൾ x²/9 plus y²/4 equal to 1 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ. ശരിക്കും ഇത് എങ്ങനെ എഴുതേണ്ടത്? x²/a² plus y²/b² equal to 1 എന്നാണ്. അപ്പോൾ x²/a² എന്ന് പറയുമ്പോൾ x²/3² plus y²/2² equal to 1 എന്ന് വരും അല്ലേ? കാരണം എന്താ? 9ൻ്റെ റൂട്ടാണ് 3, അപ്പോൾ 3² 9, പിന്നെ 2² 4. ഇനി ഇതിൽ നിന്ന് നമുക്ക് വൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ y²/2² ഇവിടെ നിർത്തിയിട്ട് ഈ ടേമിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ y²/2² equal to 1 മൈനസ് x²/3² എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ y²/2² is equal to ഇവിടെ എന്താ വരുന്നത്? 1 × 3², 3². അപ്പോൾ 3² മൈനസ് x²/3² എന്ന് വരും. 3² മൈനസ് x²/3². ഓക്കെ, ഇനി ഇത് ഈ 2² കൂടെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ y² is equal to 2², ഈ 3² കൂടെ വെളിയിലേക്ക് എടുക്കുമ്പോൾ 2²/3² ഇൻറ്റു 3² മൈനസ് x² എന്ന് വന്നു. പിന്നെ y കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കംപ്ലീറ്റ് റൂട്ട് എടുക്കണം. അപ്പോൾ y is equal to 2² റൂട്ട് നമുക്കറിയാം 2/3² റൂട്ട് 3. ഇതിന് എന്ത് ചെയ്യണം? റൂട്ടിൻ്റെ അകത്ത് തന്നെ എഴുതണം √3² മൈനസ് x². അപ്പോൾ എന്താ? എലിപ്സിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ വൈക്ക് ഒരു വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ലൈൻ്റെ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളുടെ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? x/3 plus y/2 equal to 1 അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് y വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് y/2 നമുക്ക് ഇവിടെ നിർത്താം. y/2 equal to ഈ x/3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1 മൈനസ് x/3. y/2 equal to 1 മൈനസ് ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 3 3 മൈനസ് x/3 എന്ന് വരും. ഈ 2നെ കൂടി ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ y is equal to 2. ഈ 3 വെളിയിലോട്ട് വരുമ്പോൾ 2/3 ഇൻറ്റു 3 മൈനസ് x എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് കിട്ടി? y വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. എന്താണ് നമുക്കവിടെ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം x ആക്സിസും y ആക്സിസും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളുടെ എലിപ്സ് വരയ്ക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മളുടെ എലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ x²/a², അപ്പോൾ x²/3² അല്ലേ? അപ്പോൾ അത് ഇവിടുത്തെ വാല്യൂ ഇവിടെ വരുന്ന ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് 3ഉം y²/b² അത് 2² അല്ലേ? അപ്പോൾ ഇവിടുത്തെ വാല്യൂ 2 ആണ്. ഓക്കെ, ഇനി എന്താ? x/3 plus y/2 equal to 1. അപ്പം അത് പ്രധാനമായും ഈ 2 പോയിന്റ്സിലൂടെ ടച്ച് ചെയ്യുന്ന പോകുന്ന ലൈൻ ആയിരിക്കും. ഇതിങ്ങനെ ആയിരിക്കും ആ ലൈൻ പോകുന്നത്. കണ്ടോ? ഇതായിരിക്കും നമ്മുടെ ആ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റീജിയൻ നോക്കിക്കേ. ഇത് ഇത്രയും പോർഷൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. വിച്ച് ഇസ് റിക്വയർഡ് ഏരിയ ഈക്വൽ ടു area of the shaded region. ഓക്കെ, അപ്പോൾ ഇതിലെ ലിമിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? 0 to 3 വരും അല്ലേ? അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 0 to 3. അപ്പോൾ ഇൻ്റഗ്രൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 അല്ലേ? രണ്ട് കർവുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ഏതാണ് നമുക്ക് എടുക്കേണ്ടത്? y1 മൈനസ് y2 dx. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ
0 to 3. ഇതിൽ y1 എന്ന് പറയുന്നത് എന്ത് നമുക്ക് ഇതിനെ എടുക്കാം. ഏതാ 2/3 റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കാം. 2/3 ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് y2 എന്ന് പറയുന്നത് ഇതിനെ എടുക്കാം. 2/3 ഇൻറ്റു 3 മൈനസ് എക്സ്. 2/3 ഇൻറ്റു 3 മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ നോക്കി രണ്ടിനകത്ത് ഒരു 2/3 കോമൺ ആയിട്ടില്ലേ, അതിനെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വെളിയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3 മൈനസ് എക്സ് എന്ന് വരും ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. അപ്പോൾ 2/3 ഇൻറ്റു ഇത് നോക്കിയാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ഇത് ചാപ്റ്ററിന് തുടക്കത്തിൽ ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്ത് x/2 ഇൻറ്റു അല്ലേ, x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു അപ്പോൾ 3 സ്ക്വയർ. എ സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരുന്നത് 3 അല്ലേ. ഇവിടെ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ എക്സ് ബൈ 3 മൈനസ് ഈ 3 മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും 3ൻ്റെ ഇൻ്റഗ്രൽ 3x മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് അപ്ലൈ ചെയ്യണം കേട്ടോ. 0 to 3 ഇവിടെയും 0 to 3. ഓക്കെ, ഇനി നമുക്ക് എന്താ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഈ 3 മാത്രം നമുക്ക് ഇട്ട് കൊടുത്ത് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ 2/3 ഇൻറ്റു ഇത് ഒറ്റയടിക്ക് നമുക്ക് 3 ഇട്ട് കൊടുക്കാം. 2/3 ഇൻറ്റു എക്സിന് 3 ഇട്ട് കൊടുക്കുമ്പോൾ 3/2 ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 3/3 മൈനസ് എന്താ വരുന്നത് 3 ഇൻറ്റു 3 മൈനസ് 3 സ്ക്വയർ ബൈ 2. ഓക്കെ, പിന്നെ ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇവിടെ നോക്കിക്കേ, റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് ഈ ടേം എന്തായി മാറും 0 ആയിട്ട് മാറും. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. ബാക്കി എന്താ ഉള്ളത് വെച്ച് ഈക്വൽ ടു 2/3 ഇൻറ്റു ബാക്കിയുള്ളത് എന്താ 3 സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 3/3 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, മൈനസ് ഇവിടെ 3 ഇൻറ്റു 3 9. അപ്പം 9 മൈനസ് 9 സ്ക്വയർ ബൈ 2 എന്ന് വരും. 9 മൈനസ് 3 സ്ക്വയർ 9 അല്ല, അപ്പം 9 മൈനസ് എന്താ 9/2 എന്നായിരിക്കും ഇവിടെ വരുന്നത്. 9 മൈനസ് 9/2. ഓക്കെ, ഇനി ഇത് ഈ ബ്രാക്കറ്റും കൂടെ നമുക്കൊന്ന് അഴിക്കാം. അപ്പോൾ 2/3 ഇൻറ്റു ഈ 3 സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് എന്താണ് 9/2 ആകത്തില്ലേ. 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ് π/2. മൈനസിന് ശേഷമുള്ള ബ്രാക്കറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാത്തിൻ്റെയും സൈൻ മാറും. അപ്പോൾ ഇതെന്തായിട്ട് മാറും -9 പ്ലസ് 9/2 എന്നായിട്ട് ഇത് മാറും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഇവിടെ എന്ത് വരും 9/4 എന്നാവും അല്ലേ. 9 ഇൻറ്റു പൈ 9π/4 മൈനസ് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 2s are 18 പ്ലസ് 9/2 എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 9π/4 മൈനസ് ഇതെന്തായിട്ട് മാറും -18 പ്ലസ് 9 -9/2 എന്നായിട്ടത് മാറും. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ഒരു 9/2 നമുക്ക് വെളിയിലെടുക്കാമല്ലോ. 9 ഉണ്ട്, താഴത്തുനിന്നൊരു 2 നമുക്ക് വെളിയിലോട്ട് എടുക്കുമ്പോഴത്തേക്കും 2/3 ഇൻറ്റു 9π/2 നമ്മൾ വെളിയിലേക്ക് എടുക്കുവാണ്. അപ്പോൾ 2/3 ഇൻറ്റു 9/2. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ബാക്കി എന്തായിരിക്കും വരുന്നത്, ഇവിടുന്ന് 9/2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി π/2 മൈനസ് ഇവിടുന്ന് 9/2 പോയാൽ 1. അപ്പോൾ π/2 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഈ 2ഉം ഈ 2ഉം പോകും. ഈ 3യും 9ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 ആവും. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു π/2 മൈനസ് 1. ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാം സ്ക്വയർ യൂണിറ്റ്സ്, അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ളതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ π-2/2 എന്ന് പറഞ്ഞ് വരും. അത് നല്ലത് ഇങ്ങനെ എഴുതുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലത്തോടുകൂടി നമ്മൾ ഏകദേശം ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അതിൽ ഇനി മിസ്ലേനിയസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, എന്നാലും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം തന്നെ എല്ലാവരും തന്നെ നിങ്ങൾ എഴുതി പഠിക്കുക. നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ സോൾവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്